കാറിൽ ലൈവായി ഡൂഡിൽ ആർട്ട് ചെയ്ത് വിസ്മയമൊരുക്കിയ മലയാളിയായ സിജിൻ ഗോപിനാഥൻ ഇത്തവണ പരിസ്ഥിതി സംരക്ഷണം എന്ന പ്രമേയത്തിലാണ് വേൾഡ് ആർട്ട് ദുബായിയുടെ ഭാഗമായിരിക്കുന്നത്. ഈ വർഷം സേവ് ദ നേച്ചർ എന്നുള്ളൊരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതൊരു ഇൻ്റർനാഷണലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ ഡീഫോറസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആശയമാണ് ഇതുവഴി കൺവേ ചെയ്യുന്നത്. ഇപ്പോൾ സേവ് ദ നേച്ചറിൻ്റെ പാർട്ടായിട്ട് ഇപ്പോൾ ഈ വേൾഡ് വൈഡായിട്ട് ഈ പൊല്യൂഷനും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാര്യം. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ ഒരു ശക്തമായിട്ടൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഐഡിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആർട്ട് വർക്ക് ചെയ്യുന്നതും ആൽക്കഹോൾ ഇങ്ക് വെച്ചിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള മാർക്കേഴ്സാണ്. ഒട്ടേറെ രാജ്യാന്തര കലാമേളകളിൽ പങ്കെടുത്തിട്ടുള്ള വെഞ്ഞാറമ്മൂട് സ്വദേശി സിജിൻ ഡൂഡിൽ ആർട്ട് വിഭാഗത്തിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. കൂടുതലും ഞാൻ ഈ ലൈവ് പെയിൻറ്റിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എക്സിബിഷൻസ് അധികം അങ്ങനെ ചെയ്യാറില്ല, ലൈവ് പെയിൻറ്റിങ്സാണ്. അപ്പോൾ ഈ ലൈവ് പെയിൻറ്റിങ്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഓരോ പ്രാവശ്യവും ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും തീം കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു മിനി കൂപ്പർ കാറിൽ ഇതുപോലെ ആർട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അത് കുറച്ച് UAE റീജിയനിൽ തന്നെ കുറച്ച് പോപ്പുലറായി. അത് വെച്ചിട്ട് തന്നെ മെർസിഡീസിലും ഒരു ബ്രാൻഡ് ന്യൂ മെർസിഡീസിൽ തന്നെ ഒരു ആർട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരവും കിട്ടി. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ വർഷം അവരെന്നെ ക്ഷണിച്ചത് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ. കലാസൃഷ്ടികളുടെ പ്രദർശനത്തിനായി സംഘടിപ്പിക്കുന്ന വേൾഡ് ആർട്ട് ദുബായിയുടെ 8ാം എഡിഷനാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ വേദിയായത്. പ്രദർശനത്തിൽ അവതരിപ്പിച്ച കലാസൃഷ്ടികൾ വാങ്ങാനും അവസരമൊരുക്കിയിരുന്നു. മലയാളികളടക്കം പ്രവാസികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും പ്രദർശനം കാണാനെത്തിയത്.